കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. കേരളത്തിൽ പുതുതായി നിർമ്മിച്ച ദേശീയപാതയുടെ തകർച്ചയിൽ സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്തമുണ്ടെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപദാസ് മുൻഷി. മഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ദേശീയപാതയുടെ മനോഹരമായ ഭാഗത്ത് പോയി ഷൂട്ട് ചെയ്ത് റീൽസ് എടുക്കുന്ന സംസ്ഥാന മന്ത്രിമാർ തകർന്ന റോഡുകൾ സന്ദർശിച്ച് എന്തുകൊണ്ടാണ് റോഡ് തകർന്നതെന്ന് വിശദീകരിക്കാനും അക്കാര്യങ്ങളെക്കുറിച്ച് റീൽസ് ഉണ്ടാക്കാനും തയ്യാറാകാത്തതെന്താണെന്നും ദീപദാസ് മുൻഷി ചോദിച്ചു. റോഡുകൾക്ക് കരാറെടുത്ത അദാനി ആ പണി ചെയ്തിട്ടില്ല. പകരം പണി ചെയ്യാൻ ഉപകരാർ നൽകി. അതെത്ര തുകയ്ക്കാണെന്ന വസ്തുത എല്ലാവർക്കും അറിയാം. ആർക്കാണ്, എവിടേക്കാണ് ഈ തുക പോയത്? ഉപകരാർ പ്രകാരം ജോലി ഏറ്റെടുത്തവർ നല്ല നിലയിൽ റോഡ് പണിതില്ലെന്ന് കരുതാൻ ന്യായമുണ്ട്. ഇക്കാര്യങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പ്രതികരിക്കാത്തതെന്നും അവർ ചോദിച്ചു. നിലമ്പൂരിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണെന്നും UDF വിജയം ഉറപ്പാണെന്നും ദീപദാസ് മുൻഷി കൂട്ടിച്ചേർത്തു. PV അൻവർ രാജിവെച്ചപ്പോൾ സർക്കാരിനെതിരെ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാണ്. എന്നാൽ രാജിവെച്ച വ്യക്തി തന്നെ വീണ്ടും അതേ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് അദ്ദേഹം നിരത്തുന്ന ന്യായങ്ങൾ യുക്തിസഹമല്ല. അതേസമയം നിലമ്പൂരിലെ മത്സരം UDFും LDFും തമ്മിലാണെന്നും അവർ പറഞ്ഞു. Then he left. Again he is contesting. Why he is contesting? There is no specific budget. First he said he will support our party. Then he said he will contest. So it is his own decision. In democracy, everybody can fight. There is no doubt about it. But why he has left, why he has resigned, and why he is contesting again, there is no specific logic for that. So now it is a fight between LDF and UDF. And to our opinion, what we have done the survey, what we are going day to day, every family meetings and all, we are quite hopeful that our traders are working very hard. Our leaders, all the leaders are coming, they are also working hard, and I am very confident. രാജ്യത്തെ ചിലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വോട്ടേഴ്സ് ലിസ്റ്റിൽ പൊരുത്തക്കേടുകളുള്ളത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നത്തിൽ നിയമപരമായും വ്യവസ്ഥാപിതമായുള്ള എല്ലാ മാർഗ്ഗങ്ങളും കോൺഗ്രസ് അവലംബിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ശേഖരിച്ച വോട്ടിംഗ് വിവരങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിനെ തുടർന്നാണ് അദ്ദേഹം ഇടപെട്ടത്. വോട്ടർ പട്ടികയിൽ ആയിരക്കണക്കിന് വ്യാജ വോട്ടർമാർ എങ്ങനെ ഉൾപ്പെട്ടുവെന്ന് വ്യക്തമാക്കപ്പെടണം. പലയിടത്തും സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയോളം വ്യാജ വോട്ടർമാർ പട്ടികയിൽ വോട്ടർമാരായിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.